മലയാളത്തിൻ്റെ മഹാനടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും തീർച്ചയായും കണ്ടിരിക്കേണ്ട ചില സിനിമകൾ ഉണ്ട്. 90കളിൽ ഇറങ്ങിയ ഈ സിനിമകൾ പുതുതലമുറയിലെ അഭിനയം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും സിനിമാ പ്രേമികൾക്കും എന്നും വിസ്മയം സമ്മാനിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ സിനിമകളാണ്. ഈ സിനിമകൾ അവർക്ക് സമ്മാനിച്ച ലോഹിതദാസിനെയും എം.ഡിയെയും പോലുള്ള മഹാപ്രതിഭകളായ തിരക്കഥാകൃത്തുക്കളുടെ അസാന്നിധ്യം മലയാള സിനിമയ്ക്ക് എത്ര വലിയ നഷ്ടമാണെന്ന് ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആദ്യം നമുക്ക് പഴയകാലത്തെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച 10 ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. സാഗരം സാക്ഷി എന്ന ലോഹിതദാസ് സിബിമലയിൽ ചിത്രം അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സിനിമയാണ്. മനുഷ്യജീവിതത്തിൻ്റെ ഉയർച്ചയും താഴ്ചയും മനോഹരമായി വരച്ചു കാണിച്ച ഈ സിനിമ മമ്മൂട്ടിയുടെ മനോഹരമായ അഭിനയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയാണ്. കൗരവർ എന്ന ജോഷി ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പിറന്ന സിനിമ മലയാളത്തിലെ ഏറ്റവും നല്ല ഗ്യാങ്സ്റ്റർ മൂവികളിൽ ഒന്നാണെന്ന് പറയാം. മമ്മൂട്ടി എന്ന നടൻ ഇമോഷണൽ സീനുകളുടെ രാജാവാണെന്ന് തെളിയിച്ച ഒരു സിനിമയാണിത്. ഐ വി ശശി ലോഹിതദാസ് ചിത്രമായ മൃഗയ മമ്മൂട്ടിയുടെ മെത്തേഡ് ആക്ടിംഗ് സ്കില്ലിന് മികച്ച ഉദാഹരണമാണ്. മമ്മൂട്ടി എന്ന സുന്ദരനായ നടനിൽ നിന്നും തികച്ചും വ്യത്യസ്തനായ വേട്ടക്കാരൻ വാറുണിലേക്ക് മമ്മൂട്ടി അനായാസമായി വേഷപ്പകർച്ച നടത്തിയ സിനിമയാണിത്. ഭരതൻ എന്ന ക്ലാസ് ഡയറക്ടറുടെ ക്രാഫ്റ്റും ലോഹിതദാസിൻ്റെ തിരക്കഥയും കടലിൻ്റെ പശ്ചാത്തലവും മമ്മൂട്ടിയുടെ അത്യുജ്വലമായ പ്രകടനവും അതാണ് അമരം എന്ന സിനിമ. വികാര നൗകയുടെ വേദിയേറ്റങ്ങൾ എത്ര അനായാസമായാണ് മമ്മൂട്ടി ഈ സിനിമയിൽ അഭിനയിപ്പിക്കുന്നത് എന്ന് ഈ തലമുറ വിസ്മയത്തോടെ നോക്കിക്കാണുന്ന ഒരു ചിത്രമാണിത്. വാത്സല്യം കൊച്ചിൻ കനീഫയുടെ സംവിധാനത്തിൽ ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ പിറന്ന ഒരു മികച്ച കുടുംബ ചിത്രമാണ് വാത്സല്യം. മേലേടത്ത് രാഘവൻ നായർ എന്ന കുടുംബനാഥനായി ബന്ധങ്ങളുടെ വിവിധ ഭാവതലങ്ങളിലൂടെ മമ്മൂട്ടി പ്രേക്ഷകരുടെ കണ്ണു നനയിക്കുന്നു. അടൂർ ഗോപാലകൃഷ്ണൻ സക്രിയയുടെ കഥയെ ആസ്പദമാക്കി സംവിധാനം ചെയ്ത സിനിമയാണ് വിധേയൻ. ഭാസ്കര പട്ടേൽ എന്ന നെഗറ്റീവ് കഥാപാത്രമായി നായക സങ്കല്പങ്ങൾ പൊളിച്ചെഴുതി മമ്മൂട്ടി അഭിനയിച്ചപ്പോൾ നാഷണൽ അവാർഡ് നൽകി രാജ്യം ആ അഭിനയ പ്രതിഭയെ ആദരിച്ചു. ഒരു വടക്കൻ വീരഗാഥ എന്ന എം.ഡി. ഹരിഹരൻ ചിത്രം മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ പാടവത്തോടൊപ്പം ശബ്ദവും ശരീരവും എങ്ങനെ ഒരു നടന് അനുഗ്രഹമാകുന്നു എന്ന് കാണിച്ചു തരുന്നു. ചന്തു എന്ന ചേകവനായി അരങ്ങ് തകർത്ത മമ്മൂട്ടിക്ക് ഈ സിനിമയുടെ അഭിനയത്തിന് നാഷണൽ അവാർഡ് ലഭിക്കുകയും ചെയ്തു. ടി.വി. ചന്ദ്രൻ സി.വി. ശ്രീരാമൻ കൂട്ടുകെട്ടിലെ പൊന്തന്മാട എന്ന സിനിമയും മമ്മൂട്ടിയുടെ നാഷണൽ അവാർഡിന് ഹേതുവായി. പൗരുഷമുള്ള ചന്തുവിൽ നിന്നും നേരെ വിപരീത സ്വഭാവമുള്ള മാടയായി അഭിനയിച്ച് മമ്മൂട്ടി തൻ്റെ റേഞ്ച് എന്തെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. തനിയാവർത്തനം ഒരു സിബിമലയിൽ ലോഹിതദാസ് ചിത്രമായ തനിയാവർത്തനം മികച്ച അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ഒരു ചിത്രമാണ്. ഭ്രാന്തില്ലാത്ത ബാലൻ മാഷിനെ എല്ലാവരും ചേർന്ന് ഭ്രാന്തനാക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ നിസ്സഹായത എന്തെന്ന് മമ്മൂട്ടി ജീവിച്ച് കാണിച്ചു തരുന്നു. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ജബ്ബാർ പട്ടേൽ ചിത്രം മലയാള ഭാഷയ്ക്കപ്പുറം മമ്മൂട്ടി എന്ന നടൻ്റെ അഭിനയ പ്രതിഭ അടയാളപ്പെടുത്തിയ സിനിമയാണ്. നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കറായി മമ്മൂട്ടി ഈ സിനിമയിൽ നടത്തിയ പ്രകടനം എന്നും സിനിമാ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠപുസ്തകമാണ്. ഇനി നമുക്ക് മോഹൻലാലിൻ്റെ 90s കാലഘട്ടത്തിലെ മികച്ച 10 സിനിമകൾ ഏതൊക്കെയെന്ന് നോക്കാം. കിരീടം ലോഹിതദാസിൻ്റെ തിരക്കഥയിൽ സിബിമലയിൽ ഒരുക്കിയ സിനിമയാണ് കിരീടം. മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നല്ല അഭിനയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സിനിമയാണ് കിരീടം. മറ്റു ഭാഷകളിൽ മൊഴിമാറ്റം ചെയ്യപ്പെട്ടുവെങ്കിലും മോഹൻലാലിൻ്റെ സേതുമാധവൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രകടനത്തോളം മറ്റൊരു ഭാഷയിലെ നായകന്മാരുടെ അഭിനയത്തിനും
എത്തുവാൻ കഴിഞ്ഞില്ല എന്നത് മോഹൻലാലിൻ്റെ അഭിനയ മികവിൻ്റെ നേർക്കാഴ്ചയായി മാറി. ഭരതം എന്ന സിനിമയും സിബി മലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മികച്ച ചിത്രമാണ്. മോഹൻലാലിൻ്റെ ഉജ്ജ്വല പ്രകടനത്തിന് നാഷണൽ അവാർഡ് ലഭിച്ച സിനിമയാണ് ഭരതം. എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ ഒരുക്കിയ സിനിമയാണ് അമൃതം ഗമയ. ഒരു ഡോക്ടറുടെ ജീവിതത്തിലെ വിവിധ കാലഘട്ടങ്ങൾ വിവിധ ഭാവങ്ങളിലൂടെ അഭിനയിച്ച് മോഹൻലാൽ ഈ സിനിമയിൽ നമ്മെ വിസ്മയിപ്പിക്കുന്നു. സതയം എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത സൈക്കോളജിക്കൽ ഡ്രാമയാണ് സതയം. മോഹൻലാലിൻ്റെ അഭിനയത്തിൻ്റെ വേറൊരു തലം കണ്ട് പ്രേക്ഷകർ നടുങ്ങിയ സിനിമയാണിത്. മോഹൻലാൽ എന്ന നടൻ്റെ റേഞ്ച് വെളിപ്പെടുത്തുന്ന സിനിമകളിൽ ഒന്നാണ് സതയം. കമലദളം ലോഹിതദാസ് സിബി മലയിൽ ടീമിൻ്റെ മറ്റൊരു സിനിമയാണ് കമലദളം. ഒരു നർത്തകനായി അഭിനയിച്ച് അരങ്ങ് തകർക്കുന്ന മോഹൻലാൽ നൃത്തരംഗങ്ങളിലെല്ലാം അസാമാന്യമായ മെയ്വഴക്കവും അഭിനയപാഠവുമാണ് പ്രകടമാക്കുന്നത്. സ്ത്രൈണഭാവവും പൗരുഷവും തനിക്ക് ഒരുപോലെ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കുവാൻ കഴിയുമെന്ന് മോഹൻലാൽ ഈ സിനിമയിൽ കാണിച്ചു തരുന്നു. നിന്നിഷ്ടം എന്നിഷ്ടം ആലപ്പി അഷ്റഫ് സംവിധാനം ചെയ്ത് പ്രിയദർശൻ കഥയും തിരക്കഥയും നിർവഹിച്ച സിനിമയാണ് നിന്നിഷ്ടം എന്നിഷ്ടം. മോഹൻലാൽ ഈ സിനിമയിൽ ഒരു പാവത്താൻ്റെ എല്ലാ രൂപഭാവങ്ങളും അഭിനയിച്ച് ഫലിപ്പിച്ച് അവസാനം നമ്മുടെ കണ്ണു നനയിച്ചുകൊണ്ട് കടന്നു പോകുന്നു. ദശരഥം ലോഹിതദാസ് സിബി മലയിൽ കൂട്ടുകെട്ടിൻ്റെ മറ്റൊരു ഹൃദയഹാരിയായ ചിത്രമാണ് ദശരഥം. കൈവിരലുകൾ പോലും അഭിനയിക്കുന്ന സുപ്രസിദ്ധമായ മോഹൻലാൽ മാജിക് ഈ സിനിമയുടെ ക്ലൈമാക്സ് രംഗത്ത് പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചുകൊണ്ട് കടന്നു പോകുന്നു. വാനപ്രസ്ഥം രഘുനാഥ് പലേരിയുടെ തിരക്കഥയിൽ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സിനിമയാണ് വാനപ്രസ്ഥം. കഥകളി എന്ന കലാരൂപത്തിൻ്റെ അസാമാന്യമായ പാടവത്തോടെ അവതരിപ്പിച്ച് തൻ്റെ അഭിനയസിദ്ധി വെളിവാക്കിയ മോഹൻലാലിന് ഈ സിനിമയിലൂടെ നാഷണൽ അവാർഡ് ലഭിച്ചു. CG രാജേന്ദ്ര ബാബുവിൻ്റെ തിരക്കഥയിൽ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത സിനിമയാണ് ഗുരു. കാലത്തിന് മുൻപേ സഞ്ചരിച്ച ഈ സിനിമ എല്ലാ കാലത്തിലേക്കുമുള്ള മനോഹരമായ ഒരു സന്ദേശം നൽകുന്നുണ്ട്. മോഹൻലാലിൻ്റെ ഗംഭീരമായ അഭിനയം കാണാൻ കഴിയുന്ന ഈ സിനിമ ഇന്ത്യയിൽ നിന്നും ഓസ്കാർ സെലക്ഷൻ നേടിയ ഒരു ചിത്രമാണ്. ഇരുവർ മണിരത്നം സിനിമയായ ഇരുവർ മോഹൻലാലിൻ്റെ അഭിനയശേഷി മലയാളത്തിൻ്റെ അതിർവരമ്പുകൾക്കപ്പുറം എത്തിച്ച സിനിമയാണ്. MGRൻ്റെ ജീവിതത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തയ്യാറാക്കിയ ഈ സിനിമയിൽ അഭിനയത്തിന് ഇന്നും പാനിന്ത്യ തലത്തിൽ മോഹൻലാലിന് ആരാധകർ ഏറെയാണ്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ രസകരമായ വീഡിയോകൾക്കായി പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.